തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ മുഖ്യമന്ത്രി ആര് എന്നതിലെ ചർച്ചകളിൽ കോൺഗ്രസിൽ അസ്വസ്ഥത പടരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെയും വി.ഡി. സതീശനെയും അനുകൂലിക്കുന്നവർ സൈബർ ഇടത്തിൽ ഏറ്റുമുട്ടുകയാണ്. കെ.സി. വേണുഗോപാലിനെ പ്രശംസിച്ച് പോസ്റ്റിട്ട കെ. സുധാകരനെതിരെ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി. കോൺഗ്രസിലെ പരസ്യ ചർച്ചകളിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിശ്വസ്തനായ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണമാണ് മുഖ്യമന്ത്രി ചർച്ചകൾക്ക് തുടക്കമിട്ടത്. എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന ഷിയാസിന്റെ പരാമർശം എതിർവിഭാഗങ്ങളിൽ സംശയം ജനിപ്പിച്ചു. ഇതിന് പിന്നാലെ ഒരു വാർത്താ ചാനൽ കെ.സി. വേണുഗോപാലിനെതിരായ പരാമർശം കൂടി വന്നതോടെ കൃത്യമായ ആസൂത്രണം സംശയിച്ച സതീശൻ വിരുദ്ധ വിഭാഗം പ്രത്യാക്രമണം തുടങ്ങി. ഇന്നലെ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കെ. സുധാകരൻ പോസ്റ്റിട്ടതോടെ അത് പ്രകടമായി. പോസ്റ്റ് താഴെ സതീശൻ അനുകൂലികളും സുധാകരൻ അനുകൂലികളും ഏറ്റുമുട്ടിയതോടെ ചർച്ച പരിധി വിട്ടു. ഇതോടെ നേതൃത്വം ഇടപെടാൻ നിർബന്ധിതമായി. ഫലം വരുന്നതിന് മുമ്പേ നടക്കുന്ന ചർച്ചകൾ അനാവശ്യമാണെന്ന അഭിപ്രായമുള്ളവരും കോൺഗ്രസിലുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞ് അതേ വാചകം ഏറ്റെടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളുടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ ഒന്നിച്ച് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കളിക്കണം, ഇതിൽ സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ടീം UDF. പരസ്യമായ ചർച്ചകൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ചില നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അനാവശ്യമാണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ. അങ്ങനെ നാണം കെട്ട് നടക്കേണ്ട ഒരു പദവിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. അതിന് ഇനിയും സമയമുണ്ട്. ആ സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് അകലം പാലിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം. വോട്ടെണ്ണൽ കഴിയട്ടെ. ചർച്ചകൾ അതിനെ സംബന്ധിച്ച് അഭിപ്രായം ഞാൻ പറയത്തില്ല. കാരണം വോട്ടെണ്ണാൻ ഇരിക്കുന്നേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് നേതാവിനെ തെരഞ്ഞെടുക്കും. അതെല്ലാവരും അംഗീകരിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന ചർച്ചകളിൽ പങ്കുചേരാൻ കെ.സി. വേണുഗോപാൽ വിസമ്മതിച്ചു. പാർട്ടിക്ക് ഒരു നേതൃത്വമുണ്ടെന്നും അവർ തീരുമാനമെടുക്കുമെന്നും കെ.സി. പ്രതികരിച്ചു. ഇത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനപ്പുറം വേറെ ഒന്നുമില്ല. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് കേരളത്തിന് ചുമതലയുള്ള AIC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.